കൃഷ്ണന്റെ രാധ എങ്ങനെ മരിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെയധികം സ്നേഹിച്ചു. ഒന്ന് രാധ, മറ്റേത് രാധയ്ക്കായി വായിച്ച ഓടക്കുഴൽ. ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഒരിക്കൽ രാധയ്ക്ക് ദ്രീതാമ എന്ന മഹർഷിയിൽ നിന്നും ഒരു ശാപം ലഭിച്ചു. നീ കൃഷ്ണനെ ഇനിയൊരിക്കൽ കൂടി കണ്ടാൽ അടുത്ത 100 വർഷത്തേക്ക് നീ കൃഷ്ണനിൽ നിന്ന് അകന്നിരിക്കേണ്ടിവരുമെന്ന്. ഈ ശാപത്തിനാൽ മനോവേദനയോടെ ഇരുന്ന രാധയ്ക്ക് എത്ര കൃഷ്ണനെ കാണാതിരിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നു. അങ്ങനെ ഇനി എന്തു സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതി രാധ കൃഷ്ണനെ കാണാൻ പോയി. രാധ കൃഷ്ണനെ കണ്ട നിമിഷം തന്നെ മുനിയുടെ ശാപം ഫലിക്കുന്നു. അപ്പോഴാണ് കൃഷ്ണൻ ആദ്യമായി രാധയെ വിട്ട് മധുരയിലേക്ക് പോകുന്നത്. വിധിയാൽ അതിനുശേഷം കൃഷ്ണന് വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോകുവാനും കഴിഞ്ഞില്ല. ഇങ്ങനെ 100 വർഷങ്ങൾ കടന്നുപോയി. വാർദ്ധക്യത്തിൽ രാധ തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ കാണാൻ പോയി. അപ്പോൾ കൃഷ്ണൻ രാധയെ നോക്കി പറഞ്ഞു, രാധയെ, നീ എന്നെ ഒരിക്കൽ വിട്ടുപോയത് മതി. ഇത് കേട്ട് രാധ കരയാൻ തുടങ്ങുന്നു. അവസാനമായി കണ്ടുമുട്ടിയപ്പോൾ രാധ അവളുടെ പ്രിയപ്പെട്ട കൃഷ്ണന്റെ സംഗീതം കേൾക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ രാധ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നിങ്ങളുടെ ഓടക്കുഴൽ എനിക്കായി ഒരിക്കൽ കൂടി വായിക്കുമോ? കൃഷ്ണനും രാധയെ ഓർത്ത് തന്റെ ഓടക്കുഴൽ വായിക്കുന്നു. അങ്ങനെ ഓടക്കുഴൽ വായിച്ചു കഴിഞ്ഞ് കൃഷ്ണൻ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ രാധ മരിച്ചു കിടക്കുന്നത് കണ്ട് താൻ ഒരു ദൈവമാണെന്നത് മറന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ രാധയ്ക്കായി ഞാൻ വായിച്ച ഈ ഓടക്കുഴൽ അവളില്ലാതെ എനിക്കെന്തിന് എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടക്കുഴൽ ഒടിച്ചെറിഞ്ഞു. അതിനുശേഷം കൃഷ്ണൻ പിന്നെ ഒരിക്കലും ഓടക്കുഴൽ വായിച്ചില്ല. അവസാന നിമിഷങ്ങളിലും രാധ ആ മധുരമായ സംഗീതത്തിൽ ലയിച്ച് ഈ ലോകം വിട്ടുപോയി. ഈ കഥ കൃഷ്ണന്റെയും രാധയുടെയും